വാക്ക് സഫ്വാൻ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞിട്ടില്ല. ആയിഷ ബീവി ആണെങ്കിൽ എവിടുന്നാണ് സഫ്വാൻ നീ വരുന്നത് എന്നോ പോകുന്നതിന്റെ ഇടയിൽ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയി എന്നോ എന്തെങ്കിലും ഒരു വാക്ക് സഫ്വാനോട് ആയിഷ ബീവിയും ഉണ്ടുന്നില്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കുന്നില്ല. അങ്ങനെ അവർ മദീനയിൽ വരെ വന്ന് ആയിഷ ബീവി ഒട്ടകപ്പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. എന്തൊരു സൂക്ഷ്മമായ ജീവിതമാണത്! എന്നിട്ട് പോലും കപടവിശ്വാസികൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇതാണ് സംഭവം. അല്ലാഹുവിന്റെ റസൂല് ഇടയ്ക്കിടയ്ക്ക് സ്വഹാബികളെ വിളിച്ചുകൂട്ടും, മിത്രങ്ങളായ സ്വഹാബികളെ വിളിച്ചുകൂട്ടും. മുനാഫിക്കുകളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷേ ശിക്ഷ വിധിക്കാൻ വയ്യല്ലോ, അവരെ ഒരു തീരുമാനം എടുക്കാൻ റസൂലുള്ളാഹിക്ക് നിർവാഹമില്ലല്ലോ. അല്ലാഹുവിന്റെ ഉത്തരവ് വരാതെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബീ ത്വാലിബിനെയും റസൂലുള്ളാഹിക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, അലി, ഉസാമ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ അലിംനാ മിൻഹാ ഇല്ലാ ഖൈറാ, ആയിഷയെ കുറിച്ച് നല്ലതല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല. അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിച്ചു, അലി നിന്റെ അഭിപ്രായം എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആയിഷനെ പറ്റി മോശ അഭിപ്രായമൊന്നും എനിക്കില്ല, പക്ഷേ തങ്ങളിപ്പോ അതിൽ ഇങ്ങനെ കെട്ടി തൂങ്ങണ്ടല്ലോ, പെണ്ണുങ്ങൾ നാട്ടിൽ ഒരുപാട് വേറെയില്ല, തങ്ങൾക്ക് വേണമെങ്കിൽ. അലി റളിയല്ലാഹുവിന്റെ ആ അഭിപ്രായം യഥാർത്ഥത്തിൽ ആയിഷ ബീവിക്ക് വല്ലാത്ത വിഷമുണ്ടാക്കിയിട്ടുണ്ട്. പിൽക്കാലത്തൊക്കെ ആയിഷ ബീവിയുടെ ഹൃദയത്തിൽ അത് ഉണ്ടായിരുന്നു എന്ന് പിന്നീടുണ്ടായ പല ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമ്മൾക്കത് മനസ്സിലാവും. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാലും മൂപ്പരുടെ സ്വഭാവം അനുസരിച്ച് ഉള്ള കാര്യമാണ് പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ അവസാനം അല്ലാഹുവിന്റെ വിധി വന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വരുന്നത്, റസൂലുള്ളാഹിന്റെ മുഖഭാവം മാറുന്നത് അവർ കണ്ടു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്ന നേരത്ത് ശരീരത്തിന്റെ രൂപം മാറും, മുഖഭാവം മാറും, നെറ്റിത്തടത്തിൽ വിയർപ്പുകൾ കാണും. ആ സാഹചര്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഹയികൾ വരുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും ആയിഷ ബീവി മനസ്സിലാക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് നോർമലായി. ആ ഘട്ടത്തിലാണ് അതുവരെ അവതരിച്ചു കിട്ടിയ ഈ 10 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്നത്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. റസൂലേ, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിശ്ചയമായും ഈ കുറ്റാരോപണവുമായി വന്ന ആളുകൾ, ഇഫ്ക് പച്ചക്കള്ളം നിർമ്മിച്ചു പറയാം, ഒരിക്കലും സാധ്യതയില്ലാത്ത പച്ചക്കള്ളം നിർമ്മിച്ചു പറയാം, അതിനാണ് ഇഫ്ക് എന്ന് പറയുന്നത്. അത് വ്യഭിചാരാരോപണമാവുമ്പോൾ അതിന് ഖദ്ഫ് എന്ന് പറയും അറബി ഭാഷയിൽ. ഇങ്ങനെ ഈ ഇഫ്ക് കൊണ്ടുവന്ന ആളുകൾ ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാണ്. ആരാണെന്ന് വെച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മദീനയിലെ കപടവിശ്വാസികളുടെ നേതാവാണ്. ഇതിനെ ഏറ്റവും അധികം ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ച ആൾ. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, റസൂലേ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അതവർക്ക് ശർറല്ല. ആ മുനാഫിക്കയുടെ ആരോപണം അവർക്ക് നാശമല്ല. ബൽ ഹുവ ഖൈറുൻ ലക്കും, അതവർക്ക് ഖൈറാൻ. ഒരുപാട് നന്മകളുണ്ട്.
യഥാർത്ഥത്തിൽ ഒരു വിഷമുണ്ടാക്കിയെങ്കിലും ഒരുപാട് നന്മകൾ. ഒന്ന്, അതിന്റെ ശരിയായ ഇസ്ലാമിക വിധി വിലക്കുകൾ വരാനത് കാരണമായി. രണ്ടാമത്തേത്, റസൂലിനും തന്നെ അങ്ങേയറ്റത്തെ ക്ഷമാശീലവും അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ സഹിച്ചതിന്റെ നന്മകളും പ്രതിഫലങ്ങളും ലഭിച്ചു. ആയിഷ ബീവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഞെരുക്കവും പ്രയാസവും കരഞ്ഞ് 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 കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആയിഷ ബീവി ഇതിന്റെ പേരിൽ. അതിന്റെ പ്രതിഫലം ലഭിച്ചു. മുനാഫിക്കുകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ളൊരു അവസരമായി. ഒരുപാട് എണ്ണമറ്റ നന്മകൾ, എണ്ണമറ്റ ഖൈറ് അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ കുറ്റമാരോപിച്ച ഓരോ ആളുകളുണ്ടല്ലോ, അവരിൽ ഓരോരുത്തർക്കുമുണ്ട് അവർ ചെയ്ത കുറ്റത്തിന്റെ ഓഹരി അവർ സമ്പാദിച്ചതുണ്ട്. തീർച്ചയായിട്ടും അവർ കുറ്റവാളികളാണ്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏറ്റുവാങ്ങിയ ആളുകൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സുലൂലാണ്. ലഹു അദാബുൻ അലീം, അവന് ഭയാനകമായ അദാബുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ.